ക്ഷീണം മറികടക്കുന്നതിനുമെല്ലാം ഈ ആന്തോസൈനിൻസ് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കുന്നതിന് ആന്തോസൈനിൻസ് സഹായിക്കും. മാത്രമല്ല ഇതിന് ഉയർന്ന അളവിൽ, കപ്പപ്പഴത്തിനകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് പൊതുവെ നമ്മൾ മറ്റു പഴങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് മറ്റു വാഴപ്പഴങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്. അതായത് മറ്റു വാഴപ്പഴങ്ങൾ കഴിക്കുമ്പോൾ രക്തത്തിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവലിൽ വ്യത്യാസം വരുന്നത് പോലെ കപ്പപ്പഴം കഴിച്ചാൽ സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം രക്തത്തിൽ ഷുഗർ ലെവൽ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ദിവസവും ഒരു കപ്പപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഇത് വയറിന്റെ കംപ്ലൈൻസിന് പൊതുവെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കുടലിൽ വരുന്ന രോഗങ്ങൾക്ക്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള പ്രോബ്ലംസ്, ഈ കുടലിനകത്ത് വരുന്ന ഇൻഫ്ലമേഷൻ, പലപ്പോഴും ഈ കോളൺ ഡിസീസസ് വരുന്ന ആൾക്കാർക്ക്, ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നവർക്ക്, കുടലിനകത്ത് പുണ്ണ് വരുന്ന, അതായത് ചെറിയ അൾസറുകൾ ഫോം ചെയ്യുന്ന ടെൻഡൻസി ഉള്ളവർക്കെല്ലാം തന്നെ കപ്പപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ കപ്പപ്പഴം കിട്ടുകയാണെങ്കിൽ കളയരുത്.